So, fifth module last topic ആണ് first module last topic ആണ് confusion matrix. So, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വന്നത് ക്ലാസിഫയേഴ്സിനെ കുറിച്ചായിരുന്നു ഡിസ്കസ്ഡ് അബൌട്ട് ദ ക്ലാസിഫയേഴ്സ്. സോ കൺഫ്യൂഷൻ മാട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. സോ എന്താണ് കൺഫ്യൂഷൻ മാട്രിക്സ്? കൺഫ്യൂഷൻ മാട്രിക്സ് ഇസ് എ ടേബിൾ യൂസ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് എ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഓൺ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. So, just ഒരു ടേബിൾ ആണ്. Depends upon the problem we are solving using the machine learning. We have a table that describes the performance of the classification system. Okay, അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് എത്രമാത്രം ഗുഡ് മോഡലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടേബിളാണ് ഈ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. Summarizes the predictions made by the algorithms on a test set by comparing them with the actual class labels of the data. സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ ഓഫ് ക്ലാസ് ലേബിൾസ് ഉണ്ടാകും. സോ ക്ലാസ് ലേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ഓക്കെ, സോ ജാസ്മിൻ അല്ലെങ്കിൽ കുറേ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും, കുറേ ഇമേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഇമേജിനെയും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ദാറ്റ് ബിലോങ്സ് ടു ദിസ് ഫ്ലവർ എന്ന് പറയും. സോ അതിനെയാണ് നമ്മൾ ക്ലാസ് ലേബൽ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ജാസ്മിൻ അല്ലെങ്കിൽ റോസ് എന്ന് പറയുന്ന ഇമേജ്, റോസ് ഫ്ലവർ ഇമേജ് കൊടുത്തിട്ട് അത് പ്രൊഡിക്റ്റ് ചെയ്തത് റോസ് തന്നെയായിട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് പ്രൊഡിക്ഷനാണ്. സപ്പോസ് റോസിൻ്റെ ഇമേജ് കൊടുത്തതിന് ശേഷം പ്രൊഡിക്ഷൻ നടക്കുന്നത് അത് ജാസ്മിൻ എന്നാണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതവിടെ ഫാൾസ് പ്രൊഡിക്ഷനാണ്. സോ ടോട്ടൽ നമ്മൾ ടെസ്റ്റിംഗ് ആൻഡ് ട്രെയിനിങ്ങിൽ യൂസ് ചെയ്ത ഇമേജസിൽ എത്ര കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു, എത്ര റോങ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സമ്മറിയാണ് എന്ത് കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. So, confusion matrix is typically a square matrix with rows and columns corresponding to the different classes in the problem. So, നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ കേസിൽ നമ്മൾ 3 ഫ്ലവർ ആണ് നമ്മളെ ടോട്ടൽ ഇമേജിൽ ഉള്ളത്. 3 ഫ്ലവർ മാത്രമേ ഉള്ളൂ. സോ 3 ഫ്ലവർ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത് 3x3 മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, സോ സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. എത്ര ക്ലാസ് ലേബൽസ് നമുക്കുണ്ടോ അത്രയും ക്ലാസ് ലേബൽസിൻ്റെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും ഈ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. Okay, so the entries in the matrix represent the number of instances that were predicted to belong to a certain class and the actual class of those instances. So എന്താണ് നമ്മൾ ആ മാട്രിക്സിൽ എൻട്രി ചെയ്യുന്നതെന്നുള്ളത് ആ ഓരോ ലേബലിലും എത്രമാത്രം പ്രൊഡിക്ഷൻ ആ ലേബൽ ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ലേബലിനെ എ ആയിട്ട് എത്ര പ്രാവശ്യം പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയുന്ന ലേബലിനെ ബി ആയിട്ട് എത്ര പ്രാവശ്യം പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയുന്ന ലേബല് സി ആയിട്ട് എത്ര പ്രാവശ്യം പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബി എന്ന് പറയുന്നതിന് എ ആയിട്ട് എത്ര പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവ തമ്മിലുള്ള ഒരു ഇന്റർ ലിങ്കിങ് പ്രൊഡിക്ഷൻസിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഈ കൺഫ്യൂഷൻ മാട്രിക്സിൽ എഴുതുന്നത്. നമ്മൾ മാട്രിക്സ് എഴുതുമ്പോൾ അതൊന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, സോ ഇൻ എ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, സോ അതായത് 2 ലേബലേ ഉള്ളൂ എങ്കിൽ നമുക്ക് ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ടുള്ള 2 സിസ്റ്റം. ഓക്കെ, ഒന്നുകിൽ ഇത് ഡോഗിൻ്റെ ഇമേജ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ്. സോ അങ്ങനെയുള്ള കേസിൽ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. 2 തരം റിസൾട്ടേ അതിൻ്റെ അകത്തുള്ളൂ. അതിനാണ് നമ്മളെ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ആ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത് ഒരു 2x2 സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. Okay, so entries in the matrix would represent true positive. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ട്രൂ പോസിറ്റീവ്, ദെൻ ഫാൾസ് പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് ആൻഡ് ഫാൾസ് നെഗറ്റീവ്. ഇത്ര എൻട്രീസ് ഉണ്ടായിരിക്കും നമ്മളുടെ കൺഫ്യൂഷൻ മാട്രിക്സിൽ. എന്താണ് ട്രൂ പോസിറ്റീവ്സ്, എന്താണ് ട്രൂ നെഗറ്റീവ്സ് ആൻഡ് ഫാൾസ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇൻ എ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, മോർ ദാൻ 2 ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ there are more than 2 classes. The confusion matrix would be larger with 1 row and 1 column for each class. ഓരോ ക്ലാസ് ലേബൽസിനും ഓരോ റോ ആൻഡ് കോളം ഉണ്ടായിരിക്കും. അത് നമ്മൾ പറഞ്ഞതുപോലെയാണ് n ക്ലാസ് ഉണ്ടെങ്കിൽ അതൊരു n/n സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും നമ്മളുടെ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. The confusion matrix provides a very useful way to evaluate the performance of a classification algorithm by showing how often it correctly predicted each class and how often it made errors. ഓരോ ക്ലാസ്സും പ്രൊഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജ് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു, എത്ര പ്രാവശ്യം അത് റോങ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക്
കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് നമ്മുടെ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. സോ ഫ്രം ദ കൺഫ്യൂഷൻ മാട്രിക്സ് വേരിയസ് പെർഫോമൻസ് മെട്രിക്സ് such as accuracy, precision, recall, and F1 score can be calculated, which can help to access the strength and weakness of the algorithm and guide for further improvements. സോ നമ്മൾ സിലബസിലെ ഇതിൻ്റെ അകത്തുള്ളതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്: accuracy, പ്രിസിഷൻ ആൻഡ് റീകോൾ. അക്യുറസി, പ്രിസിഷൻ ആൻഡ് റീകോൾ മൂന്ന് കാര്യങ്ങളാണ് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ അക്യുറസി പറഞ്ഞിട്ടുണ്ട്, പ്രിസിഷൻ പറഞ്ഞിട്ടുണ്ട്, റീകോൾ പറഞ്ഞിട്ടുണ്ട്. F1 സ്കോർ മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് F1 സ്കോർ നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ ഒരു സ്റ്റൈൽ. ഓക്കെ, സോ രണ്ട് ക്ലാസ് ആണ് നമുക്ക് ഈ പ്രോബ്ലത്തിലുള്ള. C1 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ C1 എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ രണ്ട് ക്ലാസ് ഉണ്ട്. ദെൻ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമ്മളുടെ ആക്ച്വൽ ക്ലാസ്. ഓക്കെ, നമ്മൾ ഇവിടെ ആയിരിക്കും കോളം വൈസ് ആയിരിക്കും നമ്മൾ പ്രൊഡിക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് predicted as positive, here predicted as negative. Actually that class belongs to positive here, this class belongs to negative here. സോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്, അതായത് റോസ് എന്ന് പറയുന്ന ആയിരുന്നു നമ്മളുടെ ഒറിജിനൽ ഇമേജ്. കൊടുത്ത ഇമേജുകളെല്ലാം റോസ് ആണ്. അതിന് റോസ് ആയിട്ട് തന്നെ പ്രഡിക്റ്റ് ചെയ്തത്, അതിനാണ് നമ്മൾ ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് പ്രഡിക്റ്റഡ് പോസിറ്റീവ്ലി ആൻഡ് ആർ ആക്ച്വലി പോസിറ്റീവ്സ്, അതിനെയാണ് നമ്മൾ ഈ പ്ലസ് പ്ലസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ ഫ്രീക്വൻസി F++ എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ആക്ച്വലി പോസിറ്റീവ് ആൻഡ് പ്രഡിക്റ്റഡ് പോസിറ്റീവ്. F++ മീൻസ് ആക്ച്വലി പോസിറ്റീവ് ആൻഡ് പ്രഡിക്റ്റഡ് പോസിറ്റീവ്. ദെൻ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് റോ, ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ വരുന്ന എൻട്രിയെ ഫോൾസ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇമേജ് അല്ലെങ്കിൽ കൊടുത്ത ഡേറ്റ പോസിറ്റീവ് ക്ലാസ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരുന്നു, പക്ഷേ അൽഗോരിതം പ്രഡിക്റ്റ് ചെയ്തത് ആ ക്ലാസ്സിനെ നെഗറ്റീവ് ക്ലാസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ ഫോൾസ് നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ആക്ച്വലി അത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ് ഗ്രൂപ്പിലുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയാൻ കാരണം. ഒറിജിനലി ഇറ്റ് വാസ് പോസിറ്റീവ്, അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വന്നു വരുന്നതുകൊണ്ടാണ് അതിനെ ഫോൾസ് എന്ന് പറയുന്നത്. സോ ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ പോസിറ്റീവ്, ആക്ച്വലി അത് പോസിറ്റീവ് ആയിരുന്നു, പക്ഷെ പ്രെഡിക്റ്റഡ് ആസ് നെഗറ്റീവ്. സോ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് F+- എന്ന് പറയും. ഓക്കെ, സോ F+- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഫോൾസ് നെഗറ്റീവ്. ആക്ച്വലി ദാറ്റ് ഈസ് പ്രഡിക്റ്റഡ് ആസ് നെഗറ്റീവ്, ആക്ച്വലി ഇറ്റ് വാസ് എ പോസിറ്റീവ് എൻട്രി. ഓക്കെ, ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത എൻട്രിയിൽ വരുന്ന ഈ കോളമാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ് ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്ന എൻട്രി. ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് നമ്മൾ കൊടുത്ത ക്ലാസ്, നമ്മൾ അൽഗോരിതത്തിലേക്ക് ഇൻപുട്ട് ചെയ്ത ക്ലാസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ക്ലാസ് ആണ്. ആ ക്ലാസ്സിനെ അൽഗോരിതം പ്രെഡിക്റ്റ് ചെയ്തത് പോസിറ്റീവ് ക്ലാസ്സിലാണ്. അതിനെയാണ് നമ്മൾ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ F-+ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഫോൾസ് പോസിറ്റീവ്. ഓക്കെ, ദെൻ ട്രൂ നെഗറ്റീവ്. നെഗറ്റീവ് ആയിട്ടുള്ള ഡേറ്റ കൊടുത്തു, നെഗറ്റീവ് ക്ലാസ്സിനെ കൊടുത്തു, അതിനെ പ്രൊഡിക്റ്റ് ചെയ്തതും നെഗറ്റീവ് ആയിട്ടാണ്. സോ അതുകൊണ്ട് ഇത് രണ്ടുമാണ് ആക്ച്വൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ക്ലാസ്. പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും പ്രൊഡിക്റ്റ് ചെയ്തത് ഇത് രണ്ടുമാണ്. അതുകൊണ്ടാണ് അവിടെ രണ്ടും ട്രൂ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വരാൻ കാരണം. ദെൻ ഹിയർ ഇവിടെ പ്രൊഡിക്റ്റ് ചെയ്തത് പോസിറ്റീവ് ആയിട്ടായിരുന്നു, ആക്ച്വലി അവിടുത്തെ ക്ലാസ് ലേബൽസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് അതിന് ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൊഡിക്റ്റ് ചെയ്തത് നെഗറ്റീവ് ആണ്, ആക്ച്വലി അത് പോസിറ്റീവ് ക്ലാസ്സിൽ വരുന്നതായിരുന്നു, അതുകൊണ്ടാണ് അതിനെ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു മോഡൽ, ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഡിസൈൻ ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു 10,000 ഇമേജ് ആണ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത്. സോ ടെസ്റ്റിംഗ് 10,000 ഇമേജ് യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു 6,000 ഇമേജ് പോസിറ്റീവിലായിരുന്നു, ദെൻ 4,000 ഇമേജ് നെഗറ്റീവ് ക്ലാസ്സിലായിരുന്നു. ഇത് രണ്ട് ക്ലാസ്സേ നമുക്കുള്ളൂ എന്ന് വിചാരിക്കാം. സോ 6,000 ഇമേജ് നമ്മൾ പോസിറ്റീവായിട്ട് കൊടുത്തു, അത് നമ്മുടെ ടെസ്റ്റ് ഡേറ്റയിലുള്ളത് ഇത് അങ്ങനെയാണെന്ന് നമുക്കറിയാം. 4,000 ഇമേജസ് നമ്മൾ നെഗറ്റീവായിട്ട് കൊടുത്തു. ദെൻ ഈ മെട്രിക്സിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെയായിരിക്കും. ദെൻ ഹിയർ പോസിറ്റീവ് മൈനസ്, ഹിയർ പ്ലസ് മൈനസ്. ഓക്കെ, ദെൻ ക്ലാസിഫൈ ചെയ്തപ്പോൾ 6,000 ഇമേജിൽ 5,000 ഇമേജ് ആണ് അത് പോസിറ്റീവായിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്തത്. സോ വി വിൽ റൈറ്റ് ഹിയർ 5,000. ബാക്കി 6,000-ൽ 1,000 ഇമേജസ് അത് നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു. സോ അതിൻ്റെ അർത്ഥം പോസിറ്റീവായ ഡേറ്റയെ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് 5,000, പോസിറ്റീവായ ഡേറ്റയെ നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് 1,000. സോ ടോട്ടൽ ഇവിടെ 6,000.
ഇനി നെഗറ്റീവ് ഒറിജിനലി നെഗറ്റീവ് ആയിരുന്നത് 4000 ഇമേജിന്റെ അതിൽ 3500 ഇമേജിനെ നെഗറ്റീവ് ആയിട്ട് തന്നെ പ്രിഡിക്റ്റ് ചെയ്തു. സോ നമ്മൾ ഇവിടെ 3500 കൊടുക്കും, ബാക്കി വരുന്ന നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് അത് ഇവിടെ കൊടുക്കും. സോ ഈ സിമ്പിൾ എക്സാമ്പിളിൽ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും നമുക്ക് അവിടെ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുക. ഓക്കെ ഓക്കെ. സോ ടോട്ടൽ നമ്മളുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഇമേജ് നമ്മളൊരു മോഡലിനെ ടെസ്റ്റ് ചെയ്യാണ്. ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഡിസൈൻ ചെയ്തു. ആ ഡിസൈൻ ചെയ്ത മോഡലിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. സോ ടോട്ടൽ ടെസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്കുള്ള ഈ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് 10,000 നമ്പർ ഓഫ് ടെസ്റ്റ് ഡാറ്റയുണ്ട്. ഓക്കെ. സോ ഇമേജ് ആയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ നമുക്ക് 10,000 ഇമേജ് ഉണ്ട്. 10,000 ഇമേജിൽ 6,000 ഇമേജ് എന്ന് പറയുന്നത് റോസ് ഫ്ലവർ ആണ്. നമ്മളുടെ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് റോസ് ഇമേജിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. റോസ് എന്ന് പറയുന്ന ഫ്ലവർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈനറി ആവുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. സോ 10,000 ടോട്ടൽ ഇമേജിൽ 6,000 ഇമേജസും റോസ് ആണ് എന്ന് നമുക്കറിയാം. 4,000 ഇമേജസ് ബാക്കിയുള്ള കാറ്റഗറിയിൽ വരുന്ന വേറെ സംതിങ് എൽസ് ആയിട്ടുള്ള ഇമേജസ് ആണ്. ഫ്ലവർ ആകാം, വേറെ എന്തെങ്കിലും ആകാം. ഓക്കെ, സോ ആക്ച്വലി പോസിറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് എത്രയുണ്ട്? 6,000 ഉണ്ട്. ആക്ച്വലി നെഗറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് 4,000 ഉണ്ട്. ടോട്ടൽ നമുക്ക് 10,000 ഇമേജസ് ഉണ്ട്. ഇനി നമ്മൾ അൽഗോരിതം ഡിസൈൻ ചെയ്തു, മെഷീൻ ലേണിംഗ് പ്രോബ്ലം ഡിസൈൻ ചെയ്തു. ഇവിടെയാണ് നമ്മൾ അൽഗോരിതം. ഈ അൽഗോരിതത്തിലേക്ക് നമ്മൾ ഈ 10,000 ഇമേജസും ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ഓക്കെ, 10,000 ഇമേജസ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തപ്പോൾ ഓരോ ഇമേജിനെ നമ്മൾ പോസിറ്റീവിനെ പോസിറ്റീവ് ആണെന്നും നെഗറ്റീവിനെ നെഗറ്റീവ് ആണെന്നും ലേബിൾഡ് ക്ലാസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ റോസിന്റെ ഇമേജിൽ അത് റോസ് ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. റോസ് അല്ലാത്ത ഇമേജിൽ നോ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ യെസ് ഓർ നോ ഓർ പ്ലസ് ഓർ മൈനസ്, അതാണ് നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്നത്. സോ 6,000 ഇമേജസിൽ നമ്മൾ കൊടുത്തപ്പോൾ ഈ അൽഗോരിതം 6,000 ഇമേജിനെയും അങ്ങനെ കറക്റ്റ് ആയിട്ട് റോസ് ആയിട്ട് തന്നെ പ്രിഡിക്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ 6,000 ഇമേജ് നമ്മൾ പോസിറ്റീവ് ക്ലാസ്സിൽ കൊടുത്തപ്പോൾ അത് 5,000 ഇമേജ് മാത്രമാണ് എന്തായിട്ട് പ്രിഡിക്റ്റ് ചെയ്തത്? പോസിറ്റീവ് ആയിട്ട്. അതായത് 5,000 ഇമേജ് മാത്രമായിട്ടാണ് റോസ് ഇമേജ് ആയിട്ട് അത് റെക്കഗ്നൈസ് ചെയ്തത്. ബാക്കിയെല്ലാം സംതിങ് എൽസ് ആയിട്ടാണ്, ഇത് റോസ് അല്ല എന്നാണ് റെക്കഗ്നൈസ് ചെയ്തത്. സോ അതുകൊണ്ട് പോസിറ്റീവ് ക്ലാസ്സിന് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് 6,000 ആണ്. അതിൽ പോസിറ്റീവായിട്ട് തന്നെ അൽഗോരിതത്തിന് മനസ്സിലായത് 5,000 ആണ്. ടോട്ടൽ 6,000 എണ്ണത്തിലെ 5,000 പീസസ് മാത്രമാണ് അത് പോസിറ്റീവ് റോസ് ഇമേജ് ആണ് എന്ന് അൽഗോരിതം പറഞ്ഞുള്ളൂ. ബാക്കി 6,000 6,000 ബാക്കിയുള്ള 1,000 അത് റോസ് ഇമേജ് അല്ല എന്ന് പ്രിഡിക്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാൾസ് നെഗറ്റീവ്. ആക്ച്വലി അത് പോസിറ്റീവ് ക്ലാസ് ആയിരുന്നു. ആക്ച്വലി നമുക്കത് അറിയാം അത് പോസിറ്റീവ് അല്ലെങ്കിൽ റോസ് ഇമേജ് ആണ്. ബട്ട് അൽഗോരിതം ഈസ് സേയിങ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫ്ലവർ റോസ് കാറ്റഗറി. റോസ് ഫ്ലവറിൽ വരുന്നതല്ല എന്നാണ് അൽഗോരിതം പറയുന്നത്. നമ്മുടെ അൽഗോരിതത്തിന്റെ ഡ്രോബാക്ക് ആണ്. അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് വി വിൽ സ്റ്റഡി കവർ ലേറ്റർ. സോ ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മളുടെ അൽഗോരിതത്തിലേക്ക് നമ്മൾ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ 6,000 ഇമേജ് പോസിറ്റീവ് കാറ്റഗറിയിൽ വരുന്നതിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തപ്പോൾ 5,000 പീസസ് മാത്രമാണ് അത് റോസ് ഇമേജ് എന്ന് ഐഡന്റിഫൈ ചെയ്തുള്ളൂ. ബാക്കി 1,000 ഇമേജസിനെ അത് റോസ് അല്ല, വേറെ സംതിങ് എൽസ് ആണ് ആ ഇമേജിലുള്ളത് എന്ന് പറഞ്ഞു. സോ ആ 5,000 ആണ് നമ്മളെ ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. റോസ് ആണ് കൊടുത്തത്, റോസ് ആണെന്ന് അൽഗോരിതത്തിന് മനസ്സിലായി, അതുകൊണ്ട് നമ്മൾ അതിനെ ട്രൂ പോസിറ്റീവ് എന്ന് പറയും. അതേസമയം ഇവിടെയുള്ള ഈ 1,000 എൻട്രി അൽഗോരിതത്തിലേക്ക് ഇൻപുട്ട് കൊടുത്തത് നമ്മൾക്കറിയാം. ഓക്കെ, യൂസറിന് അറിയാം അത് പോസിറ്റീവ് ആണ്. ബട്ട് അൽഗോരിതം ഈസ് സേയിങ് ഇറ്റ് ആസ് നെഗറ്റീവ് കാറ്റഗറി. അതുകൊണ്ടാണ് അതിനെ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. പ്രിഡിക്റ്റഡ് ആസ് നെഗറ്റീവ് ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി പോസിറ്റീവ്. Predicted as positive. So false negative means, what is the meaning of false negative? False negative എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ actually the class was positive. Actually the class was positive but predicted as negative. 1,000 ഇമേജ് നമ്മൾ കൊടുത്തത് മെഷീൻ ലേണിംഗിലേക്ക് കൊടുത്തത് അൽഗോരിതത്തിലേക്ക് കൊടുത്തത് പോസിറ്റീവ് ആയിട്ടാണ്. ബട്ട് അൽഗോരിതം ഈസ് സേയിങ് ഇറ്റ് ഈസ് ഇൻ ദ നെഗറ്റീവ്. ദാറ്റ്സ് വൈ ഫോൾസ് നെഗറ്റീവ് ഹിയർ ഈസ് 1,000. മനസ്സിലായോ? അടുത്തത് നെഗറ്റീവ്. മൊത്തം 10,000 ഇമേജിൽ 4,000 ഇമേജസ് നെഗറ്റീവ് ആണ്. ഈ റോസ് അല്ല ഇമേജ്. ഓക്കെ, അത് നമ്മളെ യൂസറിന് അറിയാം ഇത് നെഗറ്റീവ് ക്ലാസ്സിലുള്ളതാണ്, റോസ് ഇമേജ് അല്ല. ബട്ട് അതിലേക്ക് നമ്മൾ കൊടുത്തപ്പോൾ 4,000 ഇമേജിൽ 3,500 ഇമേജസും അൽഗോരിതം റെക്കഗ്നൈസ്ഡ് ആസ് നോട്ട് ഇൻ ദ റോസ് കാറ്റഗറി.
നെഗറ്റീവ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അൽഗോരിതം ഓൾസോ എഗ്രീയിങ് ഇറ്റ് ആസ് നെഗറ്റീവ്. സോ അതുകൊണ്ട് ഈ കാറ്റഗറിയെ നമ്മൾ ട്രൂ നെഗറ്റീവ് എന്ന് പറയും. അൽഗോരിതം ഈസ് പ്രൊഡിക്റ്റഡ് ആസ് നെഗറ്റീവ്, ആക്ച്വലി ഇറ്റ് വാസ് നെഗറ്റീവ്. ഓക്കെ, ഒറിജിനലി നെഗറ്റീവ് ആണ്, പ്രൊഡിക്റ്റഡ് ഓൾസോ നെഗറ്റീവ്. ബട്ട് റിമൈനിങ് 4000 3500 കഴിഞ്ഞ ബാക്കി 500 എണ്ണം നെഗറ്റീവ്, അതായത് റോസ് അല്ലാത്ത ഒരു ഇമേജിനെ കൊടുത്തപ്പോൾ അൽഗോരിതം ഐഡന്റിഫൈ ചെയ്യുന്നത് അത് റോസ് ഇമേജ് ആയിട്ടാണ്. അതിനെയാണ് നമ്മൾ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഓക്കെ. സോ കൺഫ്യൂഷൻ മെട്രിക്സ് അത് ഓൾറെഡി ഞാൻ റൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞതാണ്. രണ്ട് ക്ലാസ് ബൈനറി ക്ലാസ് ആണ്, പ്ലസും മൈനസും മാത്രമുള്ള ബൈനറി ക്ലാസ് എന്ന് പറയുന്നത്. ദർ ആർ 4 ക്വാഡ്രന്റ്സ് ഇൻ ദ കൺഫ്യൂഷൻ മാട്രിക്സ് വിച്ച് ആർ സിംബലൈസ്ഡ് ആസ് ബിലോ. ട്രൂ പോസിറ്റീവ് ഉണ്ട്, എഫ് പ്ലസ് പ്ലസ്, നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ദാറ്റ് വെർ പോസിറ്റീവ് പ്ലസ് ആൻഡ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ആസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ക്ലാസ് ആയിരുന്നു, ഒറിജിനലി പോസിറ്റീവ് ആയിരുന്നു, ആൻഡ് അൽഗോരിതം ഓൾസോ ക്ലാസിഫൈഡ് ആസ് പോസിറ്റീവ്. അതിനാണ് നമ്മൾ ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്, എഫ് പ്ലസ് പ്ലസ്. ദെൻ ഫോൾസ് നെഗറ്റീവ്. ഫോൾസ് നെഗറ്റീവിന്റെ അർത്ഥം എന്താണ്? ദ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ദാറ്റ് വെർ പോസിറ്റീവ് ആൻഡ് ഇൻകറക്ട്ലി ക്ലാസിഫൈഡ് ആസ് നെഗറ്റീവ്. ഒറിജിനലി പോസിറ്റീവ് ആയിരുന്നു, ഇൻകറക്ട്ലി ക്ലാസിഫൈഡ് ആസ് നെഗറ്റീവ്. അതിനാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. ടൈപ്പ് 2 എറർ. സോ ഫോൾസ് നെഗറ്റീവിനെ പറയുന്ന പേരാണ് ഇതിന് ടൈപ്പ് 2 എറർ. സോ ഈ കേസിൽ നമ്മൾ ഈ പറഞ്ഞ കേസില് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് 1000 ആണ്. ടോട്ടൽ 6000 10,000 ഇമേജ് ഉണ്ട്, അതില് 1000 പീസസ് എന്തിൽ വരുന്നതാണ്? ടൈപ്പ് 2 എററിൽ വരുന്നതാണ്. ടൈപ്പ് 2 എറർ പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കും. ഓക്കെ, ദെൻ ഫാൾസ് പോസിറ്റീവ് ഉണ്ട്. ഫാൾസ് പോസിറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് മൈനസ് പ്ലസ് ആണ്. എഫ് മൈനസ് പ്ലസ്. ഫാൾസ് പോസിറ്റീവ്. ഒറിജിനലി ഇറ്റ് ഈസ് പോസിറ്റീവ്, പ്രൊഡിക്റ്റഡ് ആസ് പോസിറ്റീവ്, ആൻഡ് ആക്ച്വലി ഇറ്റ് ഈസ് നെഗറ്റീവ്. ആക്ച്വൽ പ്രൊഡിക്റ്റഡ്, അങ്ങനെ നമ്മളെ പറയാം. എഫ് ആക്ച്വൽ പ്രൊഡിക്റ്റഡ്. ഓക്കെ, സോ ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് സോറി പ്രിഡിക്റ്റഡ് ആസ് പോസിറ്റീവ്, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി നെഗറ്റീവ്. ഇത് മാറി കൺഫ്യൂസ്ഡ് ആവല്ലേ. ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് മൈനസ് പ്ലസ് ആണ് ഫാൾസ് പോസിറ്റീവ്. പോസിറ്റീവിന്റെ പ്ലസ് ആയി ആക്ച്വലി എഴുതി, ഫോൾസ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് അല്ല, അതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ്. സോ എഫ് മൈനസ് പ്ലസ്, നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് വെയർ പ്രൊഡിക്റ്റഡ് ആസ് പോസിറ്റീവ് ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് നെഗറ്റീവ്. അതിനെ നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറയും. ദെൻ ട്രൂ നെഗറ്റീവ്, ആക്ച്വലി പോസിറ്റീവ്, ആക്ച്വലി നെഗറ്റീവ് ആൻഡ് പ്രൊഡിക്റ്റഡ് ഓൾസോ ആസ് നെഗറ്റീവ്. ഓക്കെ, ഇത് സോറി, ഇത് ടൈപ്പ് 2 എറർ അല്ല, ഇത് ടൈപ്പ് 2 എറർ അല്ല, അത് എറർ അല്ല, കറക്റ്റ് ആണ്. ഓക്കെ, ഇതോടെ മിസ്റ്റേക്ക് ആണ്. ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഡിക്റ്റഡ് ആസ് പോസിറ്റീവ്, ആക്ച്വലി ഇറ്റ് വാസ് നെഗറ്റീവ്. ഓക്കെ ഓക്കെ. സോ നമ്മളുടെ മെട്രിക്സിലെ നമ്പർ ഓഫ് പോസിറ്റീവ്സ്, ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും കൂടുന്നതാണ്. ഇത് മറന്നു പോവല്ലേ. എഫ് പ്ലസ് പ്ലസ് ആൻഡ് എഫ് പ്ലസ് മൈനസ്. ഓക്കെ, അതിനാണ് നമ്പർ ഓഫ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ എഫ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫ് പ്ലസ് മൈനസ് പ്രൊഡിക്റ്റഡ് ആസ് നെഗറ്റീവ്, ആക്ച്വലി ഇറ്റ് വാസ് പോസിറ്റീവ്. സോ നമ്പർ ഓഫ് ടോട്ടൽ 6000 എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മൾ ആ മെട്രിക്സിലെ ഈ രണ്ട് കോളംസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന എൻട്രി അതിനെയാണ് നമ്മൾ എഫ് പ്ലസ് പ്ലസ് ആൻഡ് എഫ് പ്ലസ് മൈനസ്. ഇവിടെ എഫ് പ്ലസ് പ്ലസ്, ഇത് എഫ് പ്ലസ് മൈനസ്, ഇത് രണ്ടിന്റെയും സമ്മിനെയാണ് നമ്മൾ നമ്പർ ഓഫ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻസ്റ്റൻസസ്, ദെൻ എൻ എൻ, ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ഇൻസ്റ്റൻസസ് പ്രൊഡിക്റ്റഡ് ആസ് നെഗറ്റീവ്, എഫ് മൈനസ് മൈനസ്, എഫ് മൈനസ് മൈനസ് ആൻഡ് എഫ് മൈനസ് പ്ലസ്, ഇത് രണ്ടിന്റെയും സമ്മിനെയാണ് നമ്മളെ നമ്പർ ഓഫ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എൻ എൻ, നമ്പർ ഓഫ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽഗോരിതം പ്രൊഡിക്റ്റഡ് ആസ് പോസിറ്റീവ് ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് നെഗറ്റീവ്, ആക്ച്വലി നെഗറ്റീവ്. ദെൻ ആക്ച്വലി നെഗറ്റീവ്, പ്രൊഡിക്റ്റഡ് ആസ് നെഗറ്റീവ്, ആക്ച്വലി നെഗറ്റീവ്, പ്രൊഡിക്റ്റഡ് പോസിറ്റീവ്. രണ്ടും ഇതിൽ വരുന്നതാണ്, നമ്പർ ഓഫ് നെഗറ്റീവ്സിൽ വരുന്നതാണ്. എക്സാമ്പിൾ, ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത് 6000 ആണ്, നമ്പർ ഓഫ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് 4000 ആണ്. Okay, is the total number of negative instances. So total number of classes 10,000 image എന്ന് പറയുന്നത് number of positive കൂടെ 6000ഉം number of negatives 4000ഉം കൂടുന്നതാണ് നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത്. അതായത് ട്രെയിനിങ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഡാറ്റാ സെറ്റിന്റെ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നതാണ് എൻ എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ക്ലാസിന്റെ എണ്ണത്തിന്റെയും നെഗറ്റീവ് ക്ലാസിന്റെ എണ്ണത്തിന്റെയും സം ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത്.
Okay, it's the total number of instances. TP plus TN denotes the number of correct class. So നമ്മളുടെ അൽഗോരിതം കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും ക്ലാസിഫൈ ചെയ്തത് ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവിന്റെ സമ്മാണ്. എന്താ വൈ ഒറിജിനലി പോസിറ്റീവ് and predicted as positive, originally negative, predicted as negative. So ഇൻപുട്ട് കൊടുത്തതും പ്രൊഡിക്റ്റ് ചെയ്തതും ഒരേപോലെയുള്ളത് അതിനെയാണ് എന്തെന്ന് പറയുന്നത് total number of correct classification, TP plus TN. FP plus N, false positive and false negative. So false positive and false negative എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Predicted as positive, originally negative. Then false negative എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ predicted as negative, originally positive. ഇത് രണ്ടിൻ്റെയും സമ്മിനെയാണ് റോങ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് റോങ് ക്ലാസിഫിക്കേഷൻ, നമ്പർ ഓഫ് എറേഴ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെ എക്സാമ്പിളിൽ 6000 ഇമേജിൽ 5000 മാത്രം പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തുള്ളൂ, 1000 പീസസ് നെഗറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തു. അതുപോലെ 4000 ഇമേജിൽ 3500 നെഗറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തു, 500 പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തു. സോ അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ്, ഫാൾസ് പോസിറ്റീവിൻ്റെയും ഫാൾസ് നെഗറ്റീവിൻ്റെയും സമ്മിനെയാണ് നമ്മൾ എറേഴ്സ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ പെർഫെക്റ്റ് ക്ലാസിഫയർ, നമ്മൾ അൽഗോരിതം പെർഫെക്റ്റ് ആണ്, നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ മോഡല് വളരെ നല്ല മോഡലാണ് എങ്കിൽ ഫാൾസ് പോസിറ്റീവിൻ്റെയും ഫാൾസ് നെഗറ്റീവിൻ്റെയും വാല്യൂ 0 ആയിരിക്കണം. അതായത് നമ്മൾ കൺഫ്യൂഷൻ മാട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാകാവുള്ളൂ. ഇവിടുത്തെ മാക്സിമം വാല്യൂ ആയിരിക്കണം, ഇവിടെയും മാക്സിമം വാല്യൂ ആയിരിക്കണം. ഈ രണ്ട് വാല്യൂസ് 0 ആയിരിക്കണം. പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പാടില്ല, അതേപോലെ നെഗറ്റീവിനെ പോസിറ്റീവായിട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള മോഡലിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ക്ലാസിഫയർ എന്ന് പറയുന്നത്. ആക്ച്വലി പ്രാക്ടിക്കലി ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. എനിവേ അവർ എയിം ഈസ് ടു minimize these two entries and maximize here. Diagonal wise we need to maximize the entries. സോ ഒരു പർട്ടിക്കുലർ അൽഗോറിതത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ മാട്രിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് ക്ലാസ് ഗുഡ് വോസ്റ്റ്, രണ്ട് തരം ക്ലാസ്സേ ഉള്ളൂ, പ്ലസ് ആൻഡ് മൈനസ്, ഗുഡ് കേസസ് ആൻഡ് വോസ്റ്റ് കേസസ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വൽ, column wise actual, row wise represent actual and column wise represents predicted. Okay, ഗുഡിനെ ഗുഡായിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്തത് 6954, ഗുഡിനെ ബാഡ് ആയിട്ട് അല്ലെങ്കിൽ വോസ്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് 46. സോ ടോട്ടൽ 7000 പീസസ്. ഓക്കെ, സോ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6000-ലെ 7000-ലെ 6954 കറക്റ്റായിട്ട് വന്നു. സോ ബെറ്റർ അക്യുറസി. ദെൻ നെഗറ്റീവ് ക്ലാസ്, വോസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നത് 4100-നെ ഗുഡായിട്ട് പ്രിഡിക്റ്റ് ചെയ്തു, 2588-നെ വോസ്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്തു. സോ ടോട്ടൽ 7000 പീസസ്. ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ. ഓക്കെ, സോ ഇവിടെ ഗുഡ് കറക്റ്റായിട്ട് വന്നത്, ഇവിടെ ഇതിങ്ങനെ ഇതെല്ലാം നമ്മൾ ഈ കൺഫ്യൂഷൻ മെട്രിക്സിൽ റോ വൈസിൻ്റെയും കോളം വൈസിൻ്റെയും സമ്മിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഓരോ ഫോർമുല ഉണ്ട്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, വിൽ സി. സോ ക്ലാസിഫയർ ഈസ് ബിൽറ്റ് ഓൺ ഡാറ്റ സെറ്റ് റിഗാർഡിംഗ് എ ഗുഡ് ആൻഡ് വോസ്റ്റ് എക്സാമ്പിൾ. പറയേണ്ട ആവശ്യമില്ല. ടോട്ടൽ 10,000 പീസസ് ഉണ്ട്. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് പ്രൊഡിക്ഷൻ അനുസരിച്ച് നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. ഓൾറെഡി നമ്മൾ ഫ്ലവറിൻ്റെ കേസിൽ പറഞ്ഞ എക്സാമ്പിൾ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഹാവിങ് എം ക്ലാസസ് കൺഫ്യൂഷൻ മെട്രിക്സ് ഇസ് ടേബിൾ ഓഫ് സൈസ് m/n പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2x2 ക്ലാസിൻ്റെ ബേസിലായിരുന്നു. ഇനി നമ്മളുടെ ഫ്ലവറിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ മോർ ദാൻ, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കേസിൽ മോർ ദാൻ 2 ഫ്രൂട്ട്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. മോർ ദാൻ 2 ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സിൽ നമ്മൾ പറയുമ്പോൾ ഒരു 5 നമ്പർ ഓഫ് ഫ്രൂട്ട്സിൻ്റെ ഇമേജാണ് നമ്മൾ കൊടുക്കുന്നത്. 5 ഫ്രൂട്ട്സ് ആണ് നമ്മൾ ടോട്ടൽ ലേബൽ ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ മെട്രിക്സ് എന്നത് 5/5 ആയിരിക്കും. പറഞ്ഞതാണ്. To have a good accuracy of a classifier, for a classifier ideally most diagonal entries should have a large values. നമ്മൾ പറഞ്ഞു diagonal values എപ്പോഴും വലുതായിരിക്കണം, with the rest of entry being close to 0. പ്രാക്ടിക്കലി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞ ചാൻസേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡൽ ഡിസൈൻ ചെയ്യാൻ പ്രാക്ടിക്കൽ പറ്റില്ല. But our aim will be to design a model with the maximum entries in the diagonals and other values close to 0. Okay. So confusion matrix may have additional rows or columns to provide a total recognition rates per class.
ഇതൊരു എക്സാമ്പിൾ ആണ്. മൾട്ടി മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൻ്റെ ഇവിടെ നമുക്ക് 6 ക്ലാസ് ഉണ്ട്. സോ 6 ക്ലാസ് ഉള്ളതുകൊണ്ട് മെട്രിക്സിൽ നമുക്ക് 6 റോസ് ആൻഡ് 6 കോളംസ് ആണുള്ളത്. സോ C1 എന്ന് പറയുന്ന ഒരു ക്ലാസ്, അത് 1 2 3 6 ക്ലാസ്. സോ C1 ആയിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്തത് 52. C1 C2 ആയിട്ട് 10 പ്രാവശ്യം പറഞ്ഞു. C1 C3 ആയിട്ട് 7 പ്രാവശ്യം പ്രൊഡിക്റ്റ് ചെയ്തു. C1 C4 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല. C5 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല. C6 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല. സോ ടോട്ടൽ C1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇത്രയും എണ്ണം ഉണ്ടായിരുന്നു. അതിന് എല്ലാത്തിൻ്റെയും സമ്മായിരിക്കും നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, സോ ആ പ്രോബ്ലം വരുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെ C2 C1 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് 15 ടൈംസ്, ദെൻ C2 C2 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത്. സോ ഇത് നോക്കിയാൽ മനസ്സിലാകും ഡയഗണൽ വാല്യൂസ് എല്ലാം ഹയസ്റ്റ് ആണ്, അതിൻ്റെ അതർ എൻട്രീസിൻ്റെ വാല്യൂസ് എല്ലാം ക്ലോസ് ടു 0 ആണ്. ഓക്കെ, സോ ഒരാൾ ചെയ്തപ്പോൾ ഇവിടെ ഈ എൻട്രി 25 വന്നു. ഓക്കെ, ദെൻ അത് അത്ര മോഡൽ നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം C4 അത് 25 ടൈംസ് C2 ആയിട്ടാണ് പ്രൊഡിക്റ്റ് ചെയ്തത്. ഓക്കെ, സോ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മോഡൽ നല്ല മോഡലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇതിനെ നമുക്ക് അതേ സെയിം മോഡലിനെ 2x2 ക്ലാസ്സിലേക്ക് മാറ്റിയതാണ്. C1 ആൻഡ് C2 മാത്രമായിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ C1 അല്ലെങ്കിൽ C1 തന്നെ പോസിറ്റീവായിട്ടും ബാക്കി എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വലിയ മാട്രിക്സിനെ നമുക്ക് 52 ആയിട്ട് C1 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് 52 ടൈംസ്. പിന്നെ ബാക്കി എല്ലാത്തിനെയും സം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 15 + 5 + 121 അതാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അത് 2x2 കൊണ്ടുവരുന്ന മെത്തേഡ് മാത്രം പറയുന്നതാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ദെൻ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ഇവാലുവേഷൻ മെട്രിക്സ്, ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൻ്റെ ഇവാലുവേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ആ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ പറയുന്നത് ഈ ഇവാലുവേഷൻ മെട്രിക്സിൻ്റെ ടേംസിലായിരിക്കും. ഓക്കെ, സോ അതിൽ ഒന്നാമത്തെ ടേം ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ട്രൂ പോസിറ്റീവ് റേറ്റ്. ട്രൂ പോസിറ്റീവ് റേറ്റ്. സോ ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പഠിക്കണം. ഫ്രാക്ഷൻസ് ഓഫ് ദ പോസിറ്റീവ് എക്സാമ്പിൾസ് പ്രൊഡിക്റ്റഡ് കറക്റ്റ്ലി ബൈ ദ പോസിറ്റീവ്. പ്രൊഡിക്റ്റഡ് കറക്റ്റ്ലി ബൈ ദ ടോട്ടൽ. നമ്മൾ എക്സാമ്പിളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 6000 പോസിറ്റീവ് ക്ലാസ് കൊടുത്തു, അതിൽ 5000 ആണ് കറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത്. സോ 5000 ഡിവൈഡഡ് ബൈ 6000 അല്ലെങ്കിൽ 5/6, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് റേറ്റ്, ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ പോസിറ്റീവ് എക്സാമ്പിൾസ് പ്രിഡിക്റ്റഡ് കറക്റ്റ്ലി ബൈ ദ ക്ലാസിഫയർ. പോസിറ്റീവിനെ നമ്മൾ കൊടുത്തിട്ട് അത് പോസിറ്റീവ് ആയിട്ട് തന്നെ പ്രിഡിക്റ്റ് ചെയ്തു വന്നതും അതിനെയാണ് നമ്മൾ, അത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറൊരു പേര് റീകോൾ, സിലബസിൽ പറഞ്ഞ റീകോൾ എന്നാണ്. റീകോൾ എന്നോ സെൻസിറ്റിവിറ്റി എന്നോ ഹിറ്റ് റേറ്റ് എന്നോ ഒക്കെ അതിനെ പറയാറുണ്ട്. സോ TPR എന്ന് പറയുന്ന റേറ്റ് ട്രൂ പോസിറ്റീവ്, പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് പ്ലസ് ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്. ഫോൾസ് നെഗറ്റീവ്. സോ TP + FN. വൈ ഫോൾസ് നെഗറ്റീവ്? ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡിക്റ്റഡ് ആസ് നെഗറ്റീവ്, ആക്ച്വലി ഇറ്റ് വാസ് പോസിറ്റീവ്. ടോട്ടൽ 6000 പോസിറ്റീവ് കാറ്റഗറിയിൽ എത്ര എണ്ണം പോസിറ്റീവായിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്തു, അതിനെയാണ്, ആ റേഷ്യോ ആണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റീകോൾ എന്ന് വിളിക്കുന്നത്. സോ റീകോൾ ഡെഫിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ട്രൂ പോസിറ്റീവ് റേറ്റ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടി പറയുകയാണ്, ഇറ്റ് ഈസ് റീകോൾ. കൺഫ്യൂസ്ഡ് ആകണ്ട. റീകോൾ എന്ന് പറയുന്നത് ടോട്ടൽ പോസിറ്റീവ് ക്ലാസ്സസിലെ എത്ര എണ്ണം പോസിറ്റീവായിട്ട് നമ്മളുടെ അൽഗോരിതം ഐഡന്റിഫൈ ചെയ്തു അതിൻ്റെ റേഷ്യോയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റീകോൾ എന്ന് വിളിക്കുന്നത്. സോ റീകോളില് TP ഡിവൈഡഡ് ബൈ TP + FN ഇത് ഓർത്തിരുന്നാൽ മതി. TP ഡിവൈഡ് അല്ലെങ്കിൽ TP ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ്സ്. TP ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിറ്റീവ്സ്, PP. ഓക്കെ, ദെൻ ടോട്ടൽ പോസിറ്റീവ്സ് എന്താണെന്ന്, കാരണം ഈ TP + FN, ഈ TP FN ആയിരിക്കും പ്രോബ്ലത്തിൽ തരിക. നമ്പർ ഓഫ് ടോട്ടൽ പോസിറ്റീവ്സ് പറയില്ല, ട്രൂ പോസിറ്റീവ്സും ഫോൾസ് നെഗറ്റീവ്സും ആയിരിക്കും പറയുക. സോ ഫോൾസ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഡിക്റ്റഡ് ആസ് നെഗറ്റീവ്, ആക്ച്വലി ഇറ്റ് വാസ് പോസിറ്റീവ്. മാറിപ്പോവില്ലേ? ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പോസിറ്റീവ് ആണ്, പ്രൊഡിക്റ്റഡ് ആസ് നെഗറ്റീവ്. ഈ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ 1000 ഇമേജസ് പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു. സോ അത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റീകോൾ എന്ന് വിളിക്കുന്നത്. സിലബസിൽ പറഞ്ഞിരിക്കുന്നത് റീകോൾ എന്നാണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഫോൾസ് പോസിറ്റീവ്, FPR. സോ ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം ഫോൾസ്, പോസിറ്റീവ് എത്ര ഫോൾസ് ആയിട്ട് വന്നു, ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ നെഗറ്റീവ് എക്സാമ്പിൾസ് ക്ലാസിഫൈഡ് ആസ് പോസിറ്റീവ് ക്ലാസ് ബൈ ദ ക്ലാസിഫയർ. തിരിച്ച് ആദ്യം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇത് സിലബസിൽ പറയാത്തതാണ്, ബട്ട്
ഒരു മെട്രിക്സിന്റെ ഇതിൽ യൂസ് ചെയ്യുന്ന ടേമാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ടോട്ടൽ നെഗറ്റീവ് ക്ലാസ്സിൽ എത്ര എണ്ണം പോസിറ്റീവ് ആയിട്ട് വന്നു, അതിനെയാണ് ഫോൾസ് പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ക്ലാസ്സസിൽ എത്ര എണ്ണത്തിന് പോസിറ്റീവ് ആയിട്ട്, അതായത് 4000 ഇമേജിലെ 500 ഇമേജിന് പോസിറ്റീവ് ആയിട്ട് ആ എക്സാമ്പിളിൽ പറഞ്ഞു. സോ 500 ഡിവൈഡഡ് ബൈ 4000, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫോൾസ് അലാം റേറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫോൾ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ്. സോ ഫോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡിക്റ്റഡ് ആസ് പോസിറ്റീവ് ആക്ച്വലി ഫോൾസ് ആണ്, സോ ആക്ച്വലി നെഗറ്റീവ്. അതിനെയാണ് എന്ന് വിളിക്കുന്നത് എഫ് എഫ് മൈനസ് പ്ലസ്, എഫ് മൈനസ് പ്ലസ്. സോ അതാണ് ഈ ന്യൂമറേറ്ററിൽ എഫ് മൈനസ് പ്ലസ് വരാൻ കാരണം. ഡിവൈഡഡ് ബൈ എഫ് മൈനസ് പ്ലസ് പ്ലസ് എഫ് മൈനസ് മൈനസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോൾസ് അലാം റേറ്റ്. ഓക്കെ, ഓർ ഫോൾസ് പോസിറ്റീവ് റേറ്റ്. Then false negative rate, അത് പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ പോസിറ്റീവ് എക്സാമ്പിൾസ് ക്ലാസിഫൈഡ് ആസ് നെഗറ്റീവ് ക്ലാസ്, ഓക്കെ, ബൈ ദ ക്ലാസിഫയർ. ഫോൾസ് നെഗറ്റീവ് ഡിവൈഡ് ബൈ ടോട്ടൽ പോസിറ്റീവ്. അതായത് പോസിറ്റീവ് ആണ് നമ്മൾ കൊടുത്തത്, അതിനെ നെഗറ്റീവ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ആ 6000 ഇമേജിലെ 1000 ഇമേജസിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു. സോ എഫ് എൻ ഈസ് 1000. സോ 1000 ഡിവൈഡഡ് ബൈ 6000, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് 1/6. അതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫോൾസ് നെഗറ്റീവ് റേറ്റ്, എഫ് എൻ ആർ. ഓക്കെ, ഇതും സിലബസിൽ പറയാത്തതാണ്, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് അത് മനസ്സിലാക്കുക. ഫോൾസ് നെഗറ്റീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് നെഗറ്റീവ്. ഓക്കെ, ഫോൾസ് നെഗറ്റീവ് എത്രയുണ്ട്, ഫോൾസ് നെഗറ്റീവ് ആക്ച്വലി പോസിറ്റീവിൽ വരുന്നതാണ്, അതുകൊണ്ട് എഫ് എൻ ഡിവൈഡ് ബൈ പി. സോ ഫോൾസ് നെഗറ്റീവ് റേറ്റ് ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണെന്ന് എങ്ങനെ ഓർത്തിരിക്കുക. ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോൾസ് നെഗറ്റീവ് ഡിവൈഡഡ് ബൈ, ദെൻ ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഏതിൽ നിന്നുള്ള കാറ്റഗറിയിലാണ്, പോസിറ്റീവിലെ കാറ്റഗറിയാണ്. സോ എഫ് പി ഡിവൈഡ് ബൈ പി. സോ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻസ്റ്റൻസസ്, അതൊക്കെയാണ് ട്രൂ പോസിറ്റീവും ഫോൾസ് നെഗറ്റീവും. ദാറ്റ്സ് വൈ ഡിനോമിനേറ്റർ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾ നെഗറ്റീവ്. ഈ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ റേഷ്യോ എഴുതാൻ പറ്റും, ഓർത്തിരുന്നാൽ മതി. ദെൻ ട്രൂ നെഗറ്റീവ് റേറ്റ്, ഓക്കെ, ചോദിക്കാം, ചാൻസ് ഉണ്ട്. True negative rate. True negative rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is defined as the fraction of negative examples classified correctly by the classifier. ടോട്ടൽ നെഗറ്റീവ്സിൽ എത്ര എണ്ണം നെഗറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രൂ നെഗറ്റീവ് റേറ്റ് എന്ന് പറയുന്നത്, TNR. ഇതിന് നമ്മൾ സ്പെസിഫിസിറ്റി എന്നും പറയാറുണ്ട്, സ്പെസിഫിസിറ്റി. ഓക്കെ, സോ TN ഡിവൈഡഡ് ബൈ ടോട്ടൽ 4000 ഇമേജസിലെ 3500 ഇമേജസിന് നെഗറ്റീവ് ആയിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ട്രൂ നെഗറ്റീവ്, ഓർത്തിരുന്നാൽ മതി. ട്രൂ നെഗറ്റീവ് റേറ്റ് എന്താണ്, ട്രൂ നെഗറ്റീവ്, ട്രൂ ആണ്. സോ ട്രൂ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ട്രൂ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ, സോ ആക്ച്വലി ട്രൂ, സോ ആക്ച്വലി നെഗറ്റീവ്. സോ TN ഡിവൈഡഡ് ബൈ N. N എന്ന് പറയുന്നത് ട്രൂ നെഗറ്റീവും ഫാൾസ് പോസിറ്റീവ്. ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫാൾസ് പോസിറ്റീവ് പ്രൊഡിക്റ്റഡ് ആസ് പോസിറ്റീവ് ബട്ട് ആക്ച്വലി ടു വാസ് നെഗറ്റീവ്. ഓക്കെ, അതിനാണ്. സോ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് അതിൻ്റെ റേഷ്യോ എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് മെട്രിക്സ് ഓൾസോ നോൺ ആസ് സ്പെസിഫിസിറ്റി. ദിസ് ഈസ് മെൻഷൻഡ് ഇൻ ദ സിലബസ്. Then precision, this is also mentioned in the syllabus. Precision എന്നാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സോ പോസിറ്റീവ് പ്രൊഡിക്റ്റീവ് റേറ്റ്, പോസിറ്റീവ് പ്രൊഡിക്റ്റീവ് റേറ്റ്, അത് PPV എന്നാണ് പറയുക, അല്ലെങ്കിൽ പ്രിസിഷൻ എന്നും പറയാറുണ്ട്. എല്ലാ മെട്രിക്സിലും പ്രോബ്ലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു, അല്ലെങ്കിൽ ഈ ടേമും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ്. സോ എന്താണ് പ്രിസിഷൻ എന്ന് പറയുന്നത്? പ്രിസിഷൻ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ നമ്മളുടെ അൽഗോരിതം പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യും, നെഗറ്റീവിനെയും പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യും. ഓക്കെ, സോ ആക്ച്വലി പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തതിൽ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6000 ഇമേജിൽ 5000 ഇമേജിനെ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു, 1000 ഇമേജിനെ നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു, 4000 ഇമേജിൽ 500 ഇമേജിനെ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു, 3500 ഇമേജിനെ നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു. സോ ടോട്ടൽ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് 5500 ആണ്. ഓക്കെ, സോ ടോട്ടൽ പോസിറ്റീവ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് 5500 ഇമേജ് ആണ്. ആ 5500 ഇമേജില് ആക്ച്വലി 5000 ഇമേജ് മാത്രമാണ് ഇത് പോസിറ്റീവ് ഉള്ളൂ. സോ ഈ രണ്ട് റേഷ്യോയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തതിൽ എത്ര എണ്ണം ആക്ച്വലി പോസിറ്റീവ് ആണ്,
അതിൻ്റെ റേഷ്യോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത് പ്രിസിഷൻ എന്ന് പറയുന്നത്. സോ പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ പ്രിഡിക്റ്റഡ് പോസിറ്റീവ്. പ്രിഡിക്റ്റഡ് പോസിറ്റീവ്. സോ പ്രൊഡിക്റ്റഡ് പോസിറ്റീവ് ഏതൊക്കെയാണ്? താഴെയുള്ള പ്രിഡിക്റ്റഡ് പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ട്രൂ പോസിറ്റീവ്, പോസിറ്റീവ് പ്രൊഡിക്റ്റഡ് ആണ്. ദെൻ ഫാൾസ് പോസിറ്റീവ്. ഇത് രണ്ടും പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തതാണ്. സോ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തതിൽ എത്ര എണ്ണം ആക്ച്വലി പോസിറ്റീവ് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത് പ്രിസിഷൻ. ഇതിനകത്ത് കുറെ ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. പേര് വെച്ചിട്ട് അത് മനസ്സിലാക്കുക. പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എത്ര എണ്ണം പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ട്രൂ പോസിറ്റീവും ഫാൾസ് പോസിറ്റീവുമാണ്. അതിൽ ആക്ച്വലി എത്ര എണ്ണമാണ് ട്രൂ പോസിറ്റീവ്, എത്ര എണ്ണം കറക്റ്റ് ആണ്. ഓക്കെ, സോ 1000 അല്ലെങ്കിൽ 5500, ഈ എക്സാമ്പിൾ 5500 ഇമേജസിനെ ക്ലാസിഫയർ എന്തായിട്ട് പറഞ്ഞു? പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ആക്ച്വലി അതിൻ്റെ അകത്ത് എത്രയേ ഉള്ളൂ പോസിറ്റീവ്? 5000 മാത്രമേ ഉള്ളൂ. സോ 5000 ഡിവൈഡഡ് ബൈ 5500 വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ. അല്ലെങ്കിൽ ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ മെട്രിക്സ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, ദെൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ദെൻ പ്രൊഡിക്റ്റഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ്. പ്രൊഡിക്റ്റഡ് പോസിറ്റീവ് എന്ന് ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ്. സോ ആദ്യത്തെ വാല്യൂ ഡിവൈഡഡ് ബൈ ഇവിടെയാണ് നമുക്ക് പ്രിസിഷൻ വരിക. ഫസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഈ ഫസ്റ്റ് കോളത്തിന്റെ സം ആയിരിക്കും നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. ഇങ്ങനെ ഓർക്കുക, ഇങ്ങനെ നമുക്ക് മെട്രിക്സ് വരച്ചു. ഓക്കെ, ഈ വാല്യൂ ഇവിടെയാണ് നമുക്ക് പ്രിസിഷന്റെ വാല്യൂസ്, പ്രിസിഷന്റെ ടേംസ് അല്ല ഇവിടെ കിടക്കുന്നത് ഫസ്റ്റ് കോളത്തിൽ. ഈ ഫസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഈ രണ്ടിന്റെയും സമ്മ് ആയിരിക്കും നമ്മളുടെ എന്ത് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ദെൻ പ്രൊഡക്റ്റീവ് ആക്യുറസി, പ്രിസിഷൻ ആക്യുറസി സിലബസിൽ പറഞ്ഞിട്ടുള്ള ആക്യുറസിയാണ് പ്രൊഡക്റ്റീവ് ആക്യുറസി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ദാറ്റ് ആർ കറക്റ്റ്ലി ക്ലാസിഫൈഡ് ബൈ ദ ക്ലാസിഫയർ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ്. സോ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഇമേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 6,000 ഇമേജസ് പോസിറ്റീവ് ആണ്, 4,000 ഇമേജസ് നമുക്ക് എന്താണ് നെഗറ്റീവ് ക്ലാസ്സിൽ വരുന്നതാണ്. ഓക്കെ, 6,000 ഇമേജില് 5,000 ഇമേജ് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു, 1,000 ഇമേജ് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു, 500 ഇമേജ് നെഗറ്റീവിനെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു, 3,500 ഇമേജ് നെഗറ്റീവിനെ നെഗറ്റീവ് ആയിട്ടും പറഞ്ഞു. സോ ഇതാണ് നമ്മൾ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം അത് സത്യം പറഞ്ഞു, പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും പറഞ്ഞു ഔട്ട് ഓഫ് ടോട്ടൽ. സോ ടോട്ടൽ 10,000 സാമ്പിൾസ് ഉണ്ട്. അതിൽ പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് പറഞ്ഞ 5,000, നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് തന്നെ പറഞ്ഞ 3,500. ഈ റേഷ്യോയാണ് നമ്മൾ പറയുന്നത് ആക്യുറസി. 10,000 സാമ്പിൾസിലെ 8,500 കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആക്യുറസി. ഓക്കെ, ടോട്ടൽ എത്ര എണ്ണം കറക്റ്റ് ആണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും കറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്, പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ്. അതല്ലെങ്കിൽ നമ്മളെ ടേംസിന് എല്ലാത്തിൻ്റെയും സമ്മാണ് ആക്യുറസിയിൽ താഴെ വരിക. ഇവിടെ മുകളിൽ വരുന്നത് എല്ലാം ട്രൂ വാല്യൂസ് ആണ്. അതിൻ്റെ റേഷ്യോ ആണ് നമ്മളുടെ ആക്യുറസി എന്ന് പറയുന്നത്. സോ സിലബസിലുള്ളതാണ് ആക്യുറസി. ഈ ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ മതി. ഈ റേഷ്യോ മുകളിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കി പഠിച്ചാൽ ആ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ആക്യുറസി. ഓക്കെ, അടുത്തത് സിലബസിൽ പറഞ്ഞിട്ടില്ല, ബട്ട് എറർ റേറ്റ് ഇതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എറർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സാമ്പിൾസിൽ എത്രണ്ണം റോങ് ആയിട്ട് പറഞ്ഞു. അതായത് 10,000 സാമ്പിൾസ് നമ്മൾ കൊടുത്തപ്പോൾ 1,000 പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് പറഞ്ഞു, 500 നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് പറഞ്ഞു. ഇതെല്ലാം റോങ് ആണ്. സോ നമ്പർ ഓഫ് റോങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസസ്, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് എറർ എന്ന് പറയുന്നത്. 10,000 സാമ്പിൾസില് 1,500 ആ പ്രാവശ്യവും തെറ്റായിട്ടാണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ആ റേഷ്യോ നമ്മൾ പറയുന്ന പേരാണ് എറർ റേറ്റ്. Okay, so error rate is equal to false positive plus false negative divided by total number of positive class plus total number of negative class. This is actually the total class strength, total number of samples. Okay, here also അതെല്ലാം താഴെയുള്ള എല്ലാ ടേംസിന്റെ സമ്മാണ്. ഇവിടെ ഫാൾസ് പോസിറ്റീവ് ആൻഡ് ഫാൾസ് നെഗറ്റീവിന്റെ സമ്മാണ്. ഇനി നമുക്ക് നോക്കിയാൽ ഈ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എറർ ഈസ് ഈക്വൽ ടു 1 മൈനസ് ആക്യുറസി. എറർ ഈസ് ഈക്വൽ ടു 1 മൈനസ് ആക്യുറസി. കാരണം ആക്യുറസിയിൽ വരുന്ന ഇവിടെ എല്ലാം ട്രൂ പോസിറ്റീവ് ആണ് ആൻഡ് ട്രൂ നെഗറ്റീവ് ആണ്.
ഓക്കെ. സോ താഴെയുള്ളത് ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ഫാൾസ് പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും ആണ്. സോ അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് 1 - എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ ആദ്യത്തെ കേസിൽ 85% ആണ് ആക്യുറസി കിട്ടുന്നത്. ഇവിടെ 500,500/10,000 എന്ന് പറയുന്നത് 15% ആണ്. സോ 85%, 15% നമുക്ക് 1 - 100 - 85 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് എറർ റേറ്റ്. ദെൻ ആക്യുറസി, സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി, ഇത് തമ്മിൽ റിലേഷൻ ഉണ്ട്. നമുക്കറിയാം ആക്യുറസി എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ് ആണ്. ദെൻ TP പ്ലസ് TN ഡിവൈഡ് ബൈ പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ്. ഓക്കെ. അതിന് ജസ്റ്റ് ഈ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തു. TP അതിനെ P കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ TP ഡിവൈഡ് ബൈ P ഇൻറ്റു P ഡിവൈഡ് ബൈ P പ്ലസ് N. ദെൻ ഇവിടെ TN ഡിവൈഡ് ബൈ N ഇൻറ്റു ഡിവൈഡ് ബൈ N ചെയ്തു, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു N ചെയ്തു. സോ TN ഡിവൈഡ് ബൈ N ഡിവൈഡ് ബൈ ഇൻറ്റു N ഡിവൈഡ് ബൈ P പ്ലസ് N. ദെൻ TP ഡിവൈഡ് ബൈ P എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റിയാണ്. ടോട്ടൽ പോസിറ്റീവ്സിൽ എത്ര എണ്ണം പോസിറ്റീവായിട്ട് പറഞ്ഞു. ദെൻ P ഡിവൈഡ് ബൈ P പ്ലസ് N. ദെൻ സ്പെസിഫിസിറ്റി ഇൻറ്റു N ഡിവൈഡ് ബൈ N പ്ലസ് N. ദെൻ TN ഡിവൈഡ് ബൈ N എന്ന് പറയുന്നത് സ്പെസിഫിസിറ്റി ആണ്, അല്ലെങ്കിൽ റിക്കോൾ വാല്യൂ ആണ്. ദാറ്റ് ഇൻറ്റു. സോ ഈ 3 ടേംസ് തമ്മിൽ സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി ആൻഡ് അക്യുറസി തമ്മിൽ റിലേഷൻ ആണ്. അക്യുറസി എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ഇൻറ്റു നമ്പർ ഓഫ് പോസിറ്റീവ് ക്ലാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്ലാസ് പ്ലസ് സ്പെസിഫിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് നെഗറ്റീവ് ക്ലാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ക്ലാസ്. ഇതിനാണ് ഒരു റിലേഷനാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. സോ ദാറ്റ് ഈസ് ഇതാണ് നമ്മളുടെ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് ക്ലാസിഫയേഴ്സിന് ഈ കൺഫ്യൂഷൻ മാട്രിക്സിന് എൻട്രി അനുസരിച്ച് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പെർഫെക്റ്റ് ക്ലാസിഫയർ, അതായത് പേരിൽ നിന്ന് ക്ലിയർ ആണ്. പെർഫെക്റ്റ് ആണെങ്കിൽ പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും പറയണം, നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും പറയണം. പോസിറ്റീവ്സ് എല്ലാം പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു, നെഗറ്റീവ്സ് എല്ലാം നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു. ഒറ്റ പോസിറ്റീവിനെയും നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല, ഒരു നെഗറ്റീവിനെയും പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ ക്ലാസിഫയറിനെയാണ്, അല്ലെങ്കിൽ ആൽഗോരിതത്തിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ക്ലാസിഫയർ എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്പർ ഓഫ് ഫാൾസ് പോസിറ്റീവ് ആൻഡ് ഫാൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിൽ F1 സ്കോർ നമുക്ക് പറഞ്ഞിട്ടില്ല, അത് അതിൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നത്. ഞാൻ ഷെയർ ചെയ്യാം, സ്ലൈഡ്സ് ഷെയർ ചെയ്യാം, അത് നോക്കുമ്പോൾ ക്ലിയർ ആവും. സംശയം ചോദിച്ചാൽ മതി കേട്ടോ. ദെൻ വോസ്റ്റ് ക്ലാസിഫയർ. വോസ്റ്റ് ക്ലാസിഫയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോസിറ്റീവിനെ അത് പോസിറ്റീവായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നേ ഇല്ല. പോസിറ്റീവിനെ കൊടുത്തപ്പോൾ എല്ലാം അത് നെഗറ്റീവായിട്ട് ഐഡന്റിഫൈ ചെയ്തു. 5,000 6,000 ഇമേജ് ഇവിടെ കൊടുത്തപ്പോൾ 6,000 ഇമേജും റോസ് അല്ല എന്നാണ് അത് പറയുന്നത്. ദെൻ റോസ് അല്ലാത്ത ഇമേജിനെ കൊടുത്തപ്പോൾ അത് റോസ് ഇമേജ് ആണ് എന്നാണ് പറയുന്നത്. അതായത് ഡയഗണൽസ് 0 ആയിപ്പോയി, ആദ്യത്തെ മെട്രിക്സിന്റെ കോംപ്ലിമെന്റ്. ഓക്കെ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ, അങ്ങനെയാണ് വോസ്റ്റ് ക്ലാസിഫയർ. വളരെ അതല്ലെങ്കിൽ വേസ്റ്റ് ആണ്, അത് യൂസ്ഫുൾ അല്ലാത്ത ഒരു ക്ലാസിഫയർ ആണ്. ഓക്കെ. അതിനാണ് നമ്മൾ പറഞ്ഞു കൊടുത്തതിന്റെ ഓപ്പോസിറ്റ് റിസൾട്ട് തരുന്നു. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് വോസ്റ്റ് ക്ലാസിഫയർ എന്ന് പറയുന്നത്. ഓക്കെ. Then ultra liberal classifier. Ultra liberal classifier always predicted positive class correctly, but negative classനെ wrong ആയിട്ട് വരുന്നു. പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് 6,000 ഇമേജ് കൊടുത്തപ്പോൾ, റോസ് ഇമേജ് കൊടുത്തപ്പോൾ അത് 6,000ഉം റോസ് ഇമേജ് ആയിട്ട് പറഞ്ഞു. ബട്ട് റോസ് അല്ലാത്ത ഇമേജ് കൊടുത്തപ്പോൾ അതും റോസ് ആയിട്ടാണ് അത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അതായത് റോസ് അല്ലാത്ത 4,000 ഇമേജ് നമ്മൾ റോസ് അല്ലാത്ത കൊടുത്തിട്ടുണ്ട്, 6,000 ഇമേജ് റോസ് ആയി. എന്ത് കൊടുത്താലും അത് റോസ് ആണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് അൾട്രാ ലിബറൽ ക്ലാസിഫയർ എന്ന് പറയുന്നത്. ആക്ച്വലി അതും യൂസ്ഫുൾ അല്ല, കാരണം നെഗറ്റീവ് കൊടുത്താലും അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന പോസിറ്റീവ് ആണ്. സോ അത് പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ പോസിറ്റീവായിട്ടും ആണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൾട്രാ ലിബറൽ ക്ലാസിഫയർ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഓൾസോ എ വേസ്റ്റ് ക്ലാസിഫയർ. നമുക്ക് യൂസ്ഫുൾ അല്ല. അതുകൊണ്ട് ആ മോഡൽ കൊണ്ട് ഒരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അതിന് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ. ദെൻ അൾട്രാ കൺസർവേറ്റീവ് ക്ലാസിഫയർ, ആദ്യം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. നെഗറ്റീവിനെ പോസിറ്റീവിനെ അത് നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നു, നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് കറക്റ്റ് ചെയ്യുന്നു. 4,000 ഇമേജിനെ നെഗറ്റീവായിട്ട് എന്ന് പറഞ്ഞു. അതേസമയം 6,000 പോസിറ്റീവ് റോസ് ഇമേജ് കൊടുത്തപ്പോൾ ആ 6,000 ഇമേജും റോസ് അല്ല എന്നാണ് നമ്മളുടെ ക്ലാസിഫയർ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ അൾട്രാ കൺസർവേറ്റീവ് ക്ലാസിഫയർ എന്നാണ് പറയുന്നത്. സോ ഈ 4 കേസാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ. സോ ഇത്രയും ഇതാണ്